ചിന്തിച്ച ഒരു കലാകാരനാണ് ശ്രീ രാമു കാര്യാർ. നീലക്കുയിൽ എന്നൊരു ചിത്രം മുതൽ അദ്ദേഹത്തിന്റെ പ്രതിഭ തുടങ്ങുകയാണ്. അന്ന് തമിഴ് ചുവയുള്ള ഗാനങ്ങളും അല്പനേരത്തിൽ തമിഴ് ചുവയുള്ള ഗാനങ്ങളും അല്ലെങ്കിൽ ഹിന്ദി പാട്ടുകളെ അവലംബിച്ച് സംഗീതം നൽകുന്ന സിനിമകൾ, മുഖ്യമായും ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു പ്രസ്തുത ചിത്രങ്ങളിലൊക്കെ നായകൻ. സിനിമ എന്ന് പറയാൻ സാധിക്കില്ല, നാടകം ക്യാമറ കൊണ്ട് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന ഒന്നായിരുന്നു ആദ്യകാലത്തെ ബാലൻ മുതൽ വിഗതകുമാരൻ മുതൽ ബാലൻ തുടങ്ങി നീലക്കുയിലിന് മുമ്പ് വരെയുള്ള ചിത്രങ്ങൾ, അതായത് അച്ഛനും മകനും പൊൻകതിർ അങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങളും. അതിനുശേഷം ഒരു മാറ്റം എന്ന് പറയുന്നത് നീലക്കുയിലാണ്. ശ്രീമാൻ ശോഭന പരമേശ്വരനായ ശ്രീ രാമു കാര്യർ, പി ഭാസ്കരൻ, രാഘവ മാസ്റ്റർ തുടങ്ങിയ മിടുക്കന്മാരായ വ്യക്തികളായിരുന്നു നീലക്കുയിലിന്റെ പിന്നിലുള്ളത്. ഏതാണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല അങ്ങനൊരു ചിത്രം റിലീസ് ചെയ്ത കാര്യം. പിൽക്കാലത്ത് സിനിമയെക്കുറിച്ച് പഠിച്ചപ്പോൾ, സിനിമാ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നീലക്കുയിൽ ഒരു ഘടകമാണ് മലയാള സിനിമയുടെ മാറ്റം. അത് കഴിഞ്ഞാൽ ഓളവും തീരവും ശ്രീ പി എൻ മേനോൻ, അത് കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ എന്ന ചിത്രമാണ് രാമു കാര്യർ അദ്ദേഹം സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിന്റെ ഏക പ്രത്യേകത അന്നുവരെ അറിയപ്പെടാതിരുന്ന ഒരു പ്രത്യേക സമൂഹത്തിന്റെ ചിത്രം. തകഴിയുടെ പ്രസിദ്ധമായ നോവലിലൂടെ കടപ്പുറം കേന്ദ്രമാക്കി ജീവിച്ചിരുന്ന സാധുക്കളായ മനുഷ്യർ, അവരും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ പച്ചയായ ജീവിതം തുറന്നു കാണിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിലുപരി 3 പ്രതിഭകളെ ആദ്യമായി മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ശ്രീ രാമു കാര്യർ. സലീൽ ചൗധരി, ഋഷികേശ് മുഖർജി, മാർക്കസ് ബാക്കി എന്ന പ്രസിദ്ധനായ ഛായാഗ്രാഹകൻ. ഈ 3 പേരെ കൊണ്ടുവരിക എന്നുള്ളത്, കൂടാതെ മന്നാലെ എന്ന് പറഞ്ഞ പ്രശസ്തനായ പിന്നണി ഗായകൻ മാനസമൈനേ വരൂ എന്നുള്ള പാട്ടിലൂടെ ഇത്രയും പ്രതിഭകളെ, വെറും കലാകാരന്മാരെ വരാൻ പ്രതിഭകളെ സംയോജിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും ചെലവ് കൂടിയ ചിത്രമാണ്. വായിച്ചുള്ളതിന്റെ അറിവ് വെച്ച് 35 ലക്ഷം രൂപയിൽ പരമാണ് അതിന് ചിലവാക്കിയിരുന്നത്. അന്നത്തെ കാലത്തെ 35 ലക്ഷം രൂപയാണ്. അതിലുപരി നായക സങ്കല്പത്തിന് ഒരു മാറ്റം കൊടുത്ത മധു സാർ ഉണ്ട് അക്കൂട്ടത്തിൽ. മധു സാറിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ചിത്രത്തിലാണ്. ഞങ്ങളൊക്കെ ഞാനൊക്കെ സത്യം മാസ്റ്ററുടെ വലിയ ഫാനായിരുന്നു അന്നത്തെ കാലം. അന്ന് സത്യം സാർ, നസീർ സാർ തുടങ്ങിയവർ കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയുമായി മലയാള സിനിമയിൽ ഒരു നായകന്റെ മുഖം കണ്ടത് ചെമ്മീനില്ല. അത് കാര്യാർ സാറാണ് മലയാള സിനിമയ്ക്ക് പ്രസന്റ് ചെയ്തത്. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും മോഹിക്കാതെ, ഒരു പുരസ്കാരത്തിനും വേണ്ടി അല്ലാതെ തന്റേതായ ചിന്തകളിലൂടെ, തന്റേതായ കലാപരമായ പാഠവത്തിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം നൽകാൻ ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. ബഹുമാന്യനായ മന്ത്രി പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകങ്ങളൊന്നുമില്ല. പ്രതിഭകളുടെ പേരിൽ കേരളത്തിൽ എവിടെയാണ് സ്മാരകങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പാവപ്പെട്ട കൊട്ടാരക്കര ശ്രീനാഥിന്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പെങ്കിലും കൊട്ടാരക്കരയിൽ ഉണ്ടാക്കിയാൽ നന്നായിരുന്നു. വലിയ മാന്യമായൊന്നും വേണ്ട, ഓരോ ബസ് സ്റ്റോപ്പ്, ഈ ചേച്ചുവായൊരു ബസ് സ്റ്റോപ്പ് രാമു കാര്യാർ സാറിന്റെ പേരിൽ ഉണ്ടായാൽ മതി. രാമു കാര്യാർ സ്മാരകം അത് മതി. അങ്ങനെ കൊട്ടാരക്കര ഒരു സ്മാരകം വേണം, കൊട്ടാരക്കര ശ്രീധരനായ സ്മാരകം. അതിന്റെ താഴെ ഈ സിനിമയൊക്കെ കണ്ട് വിജയിപ്പിച്ചവരുടെ അടുത്ത തലമുറ വെയിൽ കൊള്ളാതെ, മഴ കൊള്ളാതെ, സമയത്തിന് വരാത്ത ബസ് കയറി പോട്ടെ എന്ന് വിചാരിക്കാമല്ലോ. ഒരു ബസ് സ്റ്റോപ്പെങ്കിലും കലാകാരന്മാരുടെ പേരിൽ കോൺഗ്രസ് മന്ത്രിസഭ വന്നാലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നാലും ഇനിയെങ്കിലും ചിന്തിക്കുക, ഒരു ബസ് സ്റ്റോപ്പ്, ഒരു സ്ഥലം. ആ ബസ് സ്റ്റോപ്പിന്റെ മേളിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി വിയർപ്പ് ചിന്തി മരിച്ചുപോയ, ഒന്നും പ്രതീക്ഷിക്കാതെ, സ്ഥാനമാനങ്ങളൊന്നും നേടാതെ മരിച്ചുപോയ, പുറകുവശത്തൂടെ കയറി പുരസ്കാരങ്ങളോ അവാർഡുകളോ പത്മശ്രീകളോ വാങ്ങിക്കാത്ത മഹാനായ കലാകാരന്മാർക്ക് വേണ്ടി ഓരോ ബസ് സ്റ്റോപ്പുകൾ തരാനുള്ള മനസ്സിലെങ്കിലും ഭരിക്കുന്നവർക്കുണ്ടാകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജഗദീഷ് കുമാർ അടക്കം. എനിക്കൊരു ബസ് സ്റ്റോപ്പ് പോകണം ജഗതി ജംഗ്ഷൻ, വളരെ അത്യാവശ്യമാണ്. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് വേണ്ട. ജീവിതത്തിന്റെ മധ്യാഹ്നം കഴിഞ്ഞ് എനിക്ക്
വിഷമിക്കേണ്ട, സായാഹ്നത്തിലോട്ട് പോവുകയാണ് ഞാൻ. എനിക്കിനി പുരസ്കാരം എന്നൊരു വിഷയങ്ങളല്ല, പുരസ്കാരങ്ങൾ വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്നവനാണ് ഞാൻ, പറഞ്ഞവനുമാണ് ഞാൻ സ്വീകരിക്കാറ്. ഞാൻ വന്നതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ പിന്നൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സഹപ്രവർത്തകനാണ് ശ്രീദേവൻ. നല്ലൊരു സുഹൃത്ത്, എന്നേക്കാൾ വലിയ കലാകാരനെന്ന് ഞാൻ പറയില്ല. അങ്ങനെ സൂചിപ്പിക്കാനൊന്നും ശ്രീ രാജേന്ദ്രനെ പോലെയുള്ള മിനിസ്റ്ററല്ല, അദ്ദേഹത്തെ പോലെ കഴിവൊന്നും എനിക്കില്ല. നല്ലൊരു സുഹൃത്താണ് ദേവൻ, വർഷങ്ങളായിട്ട് എനിക്കുള്ള പരിചയമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് മറന്നുപോയി കാണും. ഞാൻ മദിരാശി ഞാൻ താമസിക്കുമ്പോൾ വീട് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ 3000 രൂപ ഇദ്ദേഹം താമസിക്കുന്ന വീട് ജാഫർ ഖാൻ പേട്ടൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം കടം തന്നിട്ടുണ്ട്, ഞാൻ ആരെന്ന് പോലും അറിയാതെ. അദ്ദേഹം മറന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനത് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് അന്ന് നിലവിലുള്ള ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങി ഞാൻ കാശ് ചോദിച്ചു, എനിക്ക് കിട്ടിയില്ല. AP കൊട്ടാരക്കരാനുള്ള പ്രശസ്തനായ നിർമ്മാതാവിന്റെ വീട്ടിൽ പോയിരുന്നു, കാശ് കിട്ടിയില്ല. അസോസിയേറ്റഡ് വാസുസാറിന്റെ വീട്ടിൽ പോയിരുന്നു, കാശ് കിട്ടിയില്ല. തിരുപ്പതി ചെട്ടിയാറുടെ വീട്ടിൽ പോയിരുന്നു, എവർഷൈൻ പ്രൊഡക്ഷൻസ്. അവസാനം ഞാൻ ചെന്നത് ദേവന്റെ മുമ്പിലാണ്. അത് മലയാള പടവും നിർമ്മാതാവായിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ഒരു സിനിമ പിടിക്കാൻ വന്നയാളാണ്. അവിടെ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നു. എന്നെ ഒരു പരിചയവുമില്ല. അദ്ദേഹം പോലും മറന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ ഈ